ഇന്ത്യയിലെ പെപ്സിയും കോളയൊക്കെ ഇനി വിറയ്ക്കും. മുകേഷ് അംബാനിയുടെ സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനിയായ ക്യാമ്പക് കോളയായിരിക്കും ഇനി വിപണിയെ ഭരിക്കുക. കേൾക്കുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ സത്യം എന്താണ്? 2023 കണക്ക് പ്രകാരം ഇന്ത്യയിലെ നോൺ ആൽക്കഹോളിക് സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിന്റെ റവന്യൂ 8.85 ബില്യൺ ആണ്. വർഷാവർഷവും ഇത് 5.43% കൂടുമെന്നും കണക്കാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്രത്തോളം ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ മാർക്കറ്റിന്റെ സിംഹഭാഗവും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പെപ്സിക്കോയും കൊക്കക്കോള കമ്പനിയുമാണ്. ഈ രണ്ട് കമ്പനിയും നമുക്കറിയാം ലോകത്തിലെ തന്നെ വലിയ കമ്പനികളാണ്. ഇന്ത്യയിലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിന്റെ 90%-ലധികവും പല സമയത്തും ഈ രണ്ട് കമ്പനികൾ ചേർന്ന് മാത്രം ഭരിച്ചിട്ടുമുണ്ട്. ലോകത്തിലെ തന്നെ ഇത്രയും വലിയ ഈ രണ്ട് കമ്പനികളോടുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനി ഇപ്പം നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാവുന്നത്. എന്താണ് മുകേഷ് അംബാനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും എന്തായിരുന്നു ക്യാമ്പക് കോള? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കോള, സ്പ്രൈറ്റ്, ഫാൻഡ, തംസപ്പ് അടക്കമുള്ള 200-ലധികം സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകളുടെ ഉടമസ്ഥാവകാശമുള്ള ഒരു ബഹുരാഷ്ട്ര ഭീമൻ കമ്പനിയാണ് കൊക്കക്കോള. കൊക്കക്കോളയെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്താണെങ്കിലും നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഒരു പ്രധാന ഭൂരിപക്ഷവും കൊക്കക്കോള കമ്പനിക്ക് കീഴിൽ വരുന്ന ബ്രാൻഡുകൾ തന്നെയാണ്. ലോക മാർക്കറ്റിൽ ഇവർക്കൊത്ത എതിരാളികളാണ് പെപ്സിക്കോ, അതായത് പെപ്സി, മിറണ്ട, 7up, നമ്മൾ കഴിക്കുന്ന ലേസ്, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശമുള്ള കമ്പനിയാണ്. കൊക്കക്കോളയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ $250 ബില്യൺ അധികമാണ്. പെപ്സിയുടെ നോക്കുകയാണെങ്കിൽ $240 ബില്യൺ അധികമാണ്. അതായത് ഈ രണ്ട് കമ്പനികളും ചേർന്നിട്ടാണ് ലോക സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പല സമയത്തും ആരാണ് വിജയി എന്നറിയാൻ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഭൗതിക യുദ്ധങ്ങൾ നടന്നിരുന്നു, മാർക്കറ്റിംഗ് യുദ്ധങ്ങൾ നടന്നിരുന്നു. എന്താണെങ്കിലും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മുൻതൂക്കം കൊക്കക്കോളയ്ക്കാണെങ്കിലും പെപ്സിയും കൊക്കക്കോളയോട് എതിരിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. മറ്റൊരു കമ്പനികൾക്കും ഇവരുടെ എടുത്തെത്താൻ പോലും ഈ മേഖലയിൽ സാധിച്ചിട്ടില്ല. ലോക മാർക്കറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിനെയും ഇതേ കമ്പനികൾ തന്നെയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2010 പുറത്തു വന്ന നെയിൽസൺ ഡാറ്റയുടെ കണക്ക് പ്രകാരം ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിന്റെ 90%-ലധികവും കൊക്കക്കോളയും പെപ്സിയും ചേർന്നാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു കാലത്ത് വലിയ വിജയമായി മാറിയ പല ബ്രാൻഡുകളെയും പല സാഹചര്യത്തിലും ഇവർ വില കൊടുത്തു വാങ്ങുകയും ചെയ്തു. എന്താണെങ്കിലും ഇതിൻ്റെ എല്ലാം ലാഭം കൈയാളിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ബഹുരാഷ്ട്ര കമ്പനികളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് അധികം വൈകാതെ തന്നെ വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിരുന്നു കൊക്കക്കോള. 1950-കളിലാണ് കൊക്കക്കോള ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും വിതരണം നടത്താനും പ്യുവർ ഡ്രിങ്ക് ഗ്രൂപ്പ് എന്ന മറ്റൊരു കമ്പനിക്കായിരുന്നു ചുമതല ഉണ്ടായിരുന്നത്. ആ സമയത്തും കൊക്കക്കോളയുടെ റെസിപ്പി ഒരു സീക്രട്ട് ആയിരുന്നു. അതുപോലെ കൊക്കക്കോളയുടെ ഉടമസ്ഥാവകാശം വിദേശ രാജ്യങ്ങളിലുള്ള ആ കമ്പനിക്ക് തന്നെയായിരുന്നു. എന്നാൽ അധികം വൈകാതെ ഇന്ത്യ പുതിയൊരു നയം കൊണ്ടുവരികയാണ്. 1977 ഇന്ത്യയുടെ ആ നയപ്രകാരം വിദേശ കമ്പനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരികയാണ്. കോക്കിനെയൊക്കെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 60% ഈ കമ്പനിയുടെ ഓഹരികൾ ഇന്ത്യൻ കമ്പനികളിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ വിദേശികൾക്ക് അല്ലെങ്കിൽ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. അതിൻ്റെ എല്ലാം പുറമെ ഈ കൊക്കക്കോളയുടെ സീക്രട്ട് റെസിപ്പി ഗവൺമെൻറ്റിനോട് പറഞ്ഞു കൊടുക്കുകയും വേണം, പ്രസിദ്ധീകരിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും കൊക്കക്കോളയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1950-കളിൽ ഇന്ത്യയിലെത്തിയ കൊക്കക്കോള 1977 ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അവർ പൂർണ്ണമായും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവാങ്ങി. ഏതാണ്ട് ഒരു 25 വർഷത്തോളം ഇന്ത്യയിൽ കൊക്കക്കോള ആദ്യ സമയങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള പരസ്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യക്കാർ ഇത് കൂടുതലായി ഉപയോഗിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നടപ്പിലാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ മാർക്കറ്റിംഗ് അവർ ചെയ്തിട്ടുണ്ടാവും. നല്ല രീതിയിൽ ആരാധകരെയും സോഫ്റ്റ് ഡ്രിങ്ക് ഉപയോഗിക്കുന്ന ആളുകളെയും അവർ നിർമ്മിച്ചിട്ടുണ്ടാവും. ഇതേ കാര്യങ്ങൾ തന്നെ 25 വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചിരുന്നു. ഇന്ത്യക്കാരിൽ ഒരു വലിയ വിഭാഗം ആളുകളും സോഫ്റ്റ് ഡ്രിങ്ക് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറിയിരുന്നു. എന്നാൽ 1977 കൊക്കക്കോള ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണല്ലോ. ഈ സമയത്ത് ഇതൊരു സാഹചര്യമായി ഇന്ത്യയിലുള്ള സംരംഭകർ കാണുകയാണ്. അവർ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ മാർക്കറ്റ്, അതായത് കൊക്കക്കോള ഉണ്ടാക്കി വെച്ച സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ മാർക്കറ്റ് സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തോടെ രംഗപ്രവേശം ചെയ്യാണ്. ഇതേ വർഷം, അതായത് കൊക്കക്കോള ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയ അതേ വർഷം തന്നെയാണ് 1977 ലിംകയും തംസപ്പും ക്യാമ്പക് കോള എന്ന് പറയുന്ന ഒരു കമ്പനിയും ഉദയം ചെയ്തു വന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിലയൻസ് പോലുള്ള ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ വേണ്ടി പലരും അറിവില്ലാതെ ഷെയർ മാർക്കറ്റിൽ പണമിടുന്നത് കാണാറുണ്ട്. ഇതൊരിക്കലും ഒരു ശരിയായ തീരുമാനമല്ല. ഇവിടെയാണ് പക്ഷേ 30 വർഷത്തിലധികം പാരമ്പര്യവും 50 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സും ഉള്ള മോത്തിലാൽ ഒസ്വാളിന്റെ പ്രാധാന്യം. ഇവിടെ നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസറെ കിട്ടുന്നതാണ്.
ഇദ്ദേഹം നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതാത് സമയത്ത് വേണ്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നതാണ്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിക്ഷേപം നടത്തുകയാണെങ്കിൽ ലാഭം കിട്ടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. പിന്നെ നമുക്കറിയുന്നത് പോലെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്തണമെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. അതിന് പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പ്രൂഫ്സ് തുടങ്ങിയ രേഖകളാണ് വേണ്ടത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഇപ്പം നിങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഫ്രീ ആണ്. ഒരു വർഷത്തേക്ക് മെയിൻ്റനൻസ് ഫ്രീ ആണ്. പെർ ലോട്ടിന് ബ്രോക്കറേജ് ആയി 20 രൂപ മാത്രമാണുള്ളത്. പിന്നെ വെൽക്കം ബാസ്ക്കറ്റിൽ AI ബേസ്ഡ് ടൂൾസും ബ്രോക്കറേജ് റിവേഴ്സലും ഒക്കെ കിട്ടുന്നതാണ്. പറ്റുന്നവർക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊക്കക്കോളയുടെ മാനുഫാക്ചറിങ്ങിനും ഡിസ്ട്രിബ്യൂഷനും അധികാരം ഉണ്ടായിരുന്ന, അത് വൃത്തിയിൽ ചെയ്തിരുന്ന പ്യുവർ ഡ്രിങ്ക് ഗ്രൂപ്പ്സ് എന്ന കമ്പനിക്കായിരുന്നു ക്യാമ്പക്കോളയുടെ ഉടമസ്ഥാവകാശം. അല്ലെങ്കിൽ അവരാണ് ക്യാമ്പക്കോള നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇത് വിൽക്കേണ്ടത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്, എങ്ങനെ ഇത് ലാഭകരമായിട്ട് മാറ്റാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമ്പക്കോള വലിയ വിജയമായിട്ട് മാറുകയാണ്. ഇന്ത്യ എന്ന വികാരത്തെ ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ദേശീയത ഒരല്പം വിതറി വിൽപ്പന കൂട്ടാൻ ശ്രമിച്ച ബ്രാൻഡായിരുന്നു ക്യാമ്പക്കോള. അവരുടെ ടാഗ് ലൈൻ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദി ഗ്രേറ്റ് ഇന്ത്യൻ ടേസ്റ്റ് എന്നായിരുന്നു. അതുകൂടാതെ ഇവരുടെ പരസ്യങ്ങളും ഗംഭീരമായിരുന്നു. സൽമാൻ ഖാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു TV പരസ്യം പോലും ഇവരുടേതായിരുന്നു. ബോൾഡ് കളറിൽ പ്രദർശിപ്പിച്ച് വിൽപ്പന കൂട്ടുന്നൊരു തന്ത്രം ആ സമയത്ത് തന്നെ അവർ നടത്തിയിരുന്നു. അതൊന്നും കൂടാതെ ഓറഞ്ച് കളറിലുള്ള ക്യാമ്പ ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക് അവർക്കുണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ റഷ് എന്ന് പറയുന്ന മറ്റൊരു ബ്രാൻഡ് മാത്രമായിരുന്നു ആ സമയത്ത് അവർക്ക് എതിരാളികളായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിൽപ്പന വലിയ രീതിയിൽ കൂടിയാണ്. കാണുമ്പോൾ പഴച്ചാറാണെന്ന് തോന്നും. ഓറഞ്ച് കളറിലുള്ള പല പാനീയങ്ങളും പല ആളുകളും മേടിക്കുന്നത് അതൊരു പഴച്ചാറ് പോലെ തോന്നുന്നത് കൊണ്ടാണ്. എന്താണെങ്കിലും ക്യാമ്പക്കോളയുടെ പല തന്ത്രങ്ങളും വിജയകരമായിട്ട് മാറുന്നുണ്ട്. ദേശീയതയുടെ മേമ്പൊടി വിതറിയുള്ള വിതരണ തന്ത്രങ്ങളും വലിയ വിജയമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈയിലും ഡൽഹിയിലും പുതിയ വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ ഈ കമ്പനി സ്ഥാപിക്കുകയാണ്. വലിയ രീതിയിൽ വിൽപ്പനയും നടക്കുന്നു. അങ്ങനെ എന്തായാലും 1977 മുതൽ 1990 വരെയുള്ള വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിംകയും തംസപ്പും ഒക്കെ വലിയ വിജയമാവുന്നുണ്ട്. എങ്കിലും ക്യാമ്പക്കോളയെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ക്യാമ്പക്കോളയായിരുന്നു ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിൻ്റെ രാജാവായി അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1991 മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ, മാരുതിയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 1991 PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററുമായിരുന്ന സമയത്ത് ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾക്ക് സ്വതന്ത്രമായും കുറച്ചുകൂടെ എളുപ്പത്തിലും ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരുകയാണ്. നിരവധി കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഇന്ത്യയിലുള്ള നോൺ ആൽക്കഹോളിക് സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകളും ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഉടനെ തന്നെ കൊക്കക്കോളയും പെപ്സിയും ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അധികം വൈകിയില്ല. 1993 തന്നെ കൊക്കക്കോള പൂർവാധികം ശക്തിയോടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു. സായിപ്പിൻ്റെ നാട്ടിൽ വലിയ വിജയമായി മാറിയ, വലിയ ലാഭം കൊയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിലേക്ക് കയ്യും വീശി വരില്ല എന്ന കാര്യം നമുക്കറിയാം. ഒരു കാലത്ത് 1950 മുതൽ 1977 വരെ ഇന്ത്യക്കാരെ സോഫ്റ്റ് ഡ്രിങ്ക് കുടിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് അത്തരമൊരു മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് കൊക്കക്കോള ഇന്ത്യയിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിയാതെ പുറത്തേക്ക് പോയത്. എന്നാൽ കൊക്കക്കോള അന്ന് ഉപേക്ഷിച്ച ആ മാർക്കറ്റിനെ ഇന്ത്യൻ കമ്പനികൾ നല്ല രീതിയിൽ താലോലിച്ച് വലിയ രീതിയിൽ ലാഭമുണ്ടാക്കി 1993 വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊക്കക്കോള വരുന്ന സമയത്ത് തകർന്നടിഞ്ഞ ഒരു മാർക്കറ്റിലേക്കല്ലായിരുന്നു അതിൻ്റെ വരവ്. ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം കമ്പനികൾ വളർന്നു വന്നിരുന്നു. ലിംകയെയും തംസപ്പിനെയും ആ സമയത്ത് തന്നെ കൊക്കക്കോള പണം കൊടുത്തു വാങ്ങാണ്. എന്നാൽ ആ സമയത്തും ക്യാമ്പക്കോള പെപ്സിക്കോ കൊക്കക്കോളയ്ക്കോ ഒന്നും തങ്ങളെ വിൽക്കാതെ സ്വതന്ത്രമായ ഒരു കമ്പനിയായി മാറി നിന്നു. 1999 സമയത്ത് പെപ്സിക്കോയും ഇന്ത്യയിൽ സാമാന്യം ശക്തി തെളിയിച്ചു വരികയാണ്. 2000 പക്ഷേ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. ഇന്ത്യക്കാർ കൂടുതലായിട്ടും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ ശീലിക്കുകയാണ്. സോഫ്റ്റ് ഡ്രിങ്കുകൾ കുടിക്കാൻ വേണ്ടി ശീലിക്കുകയാണ്. ആ ഒരു മേഖല കൂടുതൽ ശക്തമായിട്ട് മാറുകയാണ്. കൂടുതൽ കോമ്പറ്റീഷൻ വരികയാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പക്കോളയുടെ മാർക്കറ്റ് കൊക്കക്കോളയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നടിയാണ്. കാലങ്ങൾ കൊണ്ട് ക്യാമ്പക്കോള മാർക്കറ്റിൽ നിന്നും പതിയെ ഇല്ലാതായി. അങ്ങനെ ഡൽഹിയിലെ ബോട്ട്ലിംഗ് പ്ലാന്റുകൾ ക്ലോസ് ചെയ്ത് കമ്പനി നഷ്ടത്തിലേക്ക് പോയതുകൊണ്ട് ഈ കമ്പനി പൂർണ്ണമായിട്ടും തങ്ങളുടെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു. എന്നാൽ 2000 തുടക്കങ്ങളിൽ ഇങ്ങനെ ഇല്ലാതായ ക്യാമ്പക്കോളയാണിപ്പോൾ 22 കോടി മുടക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനി വാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനിയുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും വലിയൊരു കോടീശ്വരൻ, ഇത്രയും വലിയ ബിസിനസ്സുകൾ നടത്തി വിജയിച്ചിട്ടുള്ള ഒരാൾ വെറുതെ ഇറങ്ങില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്
പെപ്സിയെയും കൊക്കക്കോളയെയും മലത്തി അടിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്രയും വലിയ കമ്പനിയെ എങ്ങനെയാണ് അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ക്യാമ്പക്കോളയ്ക്ക് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുമോ? ഇവിടെയാണ് ശരിക്കും മുകേഷ് അംബാനിയുടെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്ന് എന്ന വണ്ണം ജിയോ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ പൂർണ്ണമായിട്ടും പിടിച്ചടക്കിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മറ്റ് പല ടെലികോം കമ്പനികളും, ചെറിയ ചെറിയ ടെലികോം കമ്പനികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ വളരെ കുറഞ്ഞ എണ്ണം ബ്രാൻഡുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുകേഷ് അംബാനിക്ക് ജിയോ ഡ്രിങ്ക് എന്ന പേരിൽ ഒരു പുതിയ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാനോ അതിനുവേണ്ട ഫോർമുലകൾ കണ്ടെത്താനോ അത് വിപണിയിലേക്ക് എത്തിക്കാനോ അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്തിനാണ് ക്യാമ്പക്കോളയുമായി അദ്ദേഹം വന്നിരിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യക്കാരുടെ മനസ്സിൽ ക്യാമ്പക്കോളയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. അതുകൂടാതെ നമുക്കറിയാം, ദേശീയതയുടെ അംശം വിതറി ദ ഗ്രേറ്റ് ഇന്ത്യൻ ടേസ്റ്റ് എന്ന പേരിൽ ഇന്ത്യക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബ്രാൻഡാണത്. അത് ജിയോ ഡ്രിങ്ക് എന്ന് പറഞ്ഞ് പുതിയൊരു ഡ്രിങ്ക് ഇറക്കിയാൽ കിട്ടുന്നതല്ല. ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനുമായിരിക്കുന്ന ഈ ഒരു സമയത്ത് ദേശീയതയുടെ പ്രാധാന്യം ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്ന ജിയോ മാർട്ടിന്റെ സർവീസ് ഇന്ത്യയിൽ ഉടനീളം ലഭ്യമാണ്. 260 സിറ്റികളിലായി ദിവസവും 6 ലക്ഷത്തിലധികം ഹോം ഡെലിവറികളാണ് ഈ ജിയോ മാർട്ട് വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ 15,000-ലധികം റീറ്റെയിൽ സ്റ്റോറുകളാണ് റിലയൻസ് ഗ്രൂപ്പിന് സ്വന്തമായിട്ടുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, റിലയൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റ് റീറ്റെയിലേഴ്സുമായി നല്ല ബന്ധമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ആഴത്തിൽ വേരോട്ടമുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്കുള്ളത്. അതായത് ഇന്ത്യക്കാരുടെ മനസ്സിൽ ആഴത്തിൽ വേരോട്ടം ഉണ്ടായിരുന്ന, ഇന്ത്യൻ ദേശീയതയുമായി കുറഞ്ഞ രീതിയിലെങ്കിലും ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രാൻഡിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ അത് വിൽപ്പന നടത്താൻ അംബാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റോറുകൾ മാത്രമല്ല, അദ്ദേഹത്തിന് ബന്ധമുള്ള സ്റ്റോറുകൾ മാത്രമല്ല, ജിയോ മാർട്ടുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഏറ്റെടുക്കാൻ പോകുന്നത്. പക്ഷേ വേറെ കുറേ ചാലഞ്ചസും ഉണ്ട്. അതായത് റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്ന് ഈ പെപ്സിയും കൊക്കക്കോളയൊക്കെ എടുത്ത് കളഞ്ഞ് അംബാനിയുടെ സാധനം മാത്രം വെക്കാൻ അംബാനി തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ലാഭമായിട്ട് മാറണമല്ലോ. ജിയോ ആദ്യ കാലഘട്ടങ്ങളിൽ നഷ്ടമായിരുന്നു, എന്നാൽ പിന്നീട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആദ്യ സമയങ്ങളിൽ നഷ്ടം സഹിച്ചത്. പക്ഷേ ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ അവരുടെ റീറ്റെയിൽ സ്റ്റോറിൽ വെച്ചിട്ടില്ലെങ്കിൽ ആ കടയുടെ പേരിനെ തന്നെ അത് ബാധിക്കുന്നതാണെന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സാധനം എടുത്തു മാറ്റിയത് കൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന ലാഭം ക്യാമ്പക്കോള വിറ്റുകൊണ്ട് നികത്താൻ വേണ്ടി പറ്റണം. ഇല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റുന്നത് ആത്യന്തികമായി കമ്പനിക്ക് നഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് ഉടൻ തന്നെ റിലയൻസിൻ്റെ റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്നും കൊക്കക്കോളയും പെപ്സിയും ഔട്ടാവുമെന്ന് കരുതാൻ വയ്യ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ദേശീയത അത് ശരിയാണ്, വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നൊസ്റ്റാൾജി എത്രത്തോളം വർക്ക് ചെയ്യും എന്ന കാര്യം ഒരു സംശയത്തിൽ തന്നെയാണ്. മറ്റൊന്നുമല്ല, 1980-കളിലാണ് ഈ ഒരു സാധനം ക്യാമ്പക്കോള വലിയ രീതിയിൽ വിപണിയിൽ വിറ്റഴിയപ്പെട്ടത്. ആ സമയത്ത് ഒരു 10 വയസ്സെങ്കിലും ആവണ്ടേ ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ കുടിക്കണമെങ്കിൽ. അന്ന് പലരുടെ കയ്യിൽ പൈസയില്ല, എന്നാലും ഒരു 10 വയസ്സ് നമുക്ക് കൂട്ടാം. ആ ഒരു 10 വയസ്സുള്ള ഒരാൾ ഇന്ന് 2023 ഒരു 50 വയസ്സെങ്കിലും കാണും. ഈ 50 വയസ്സിൽ കൂടുതലുള്ള ആളുകളെ കണ്ടുകൊണ്ടല്ലല്ലോ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റുകൾ ഒരിക്കലും വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്രയും പ്രായം കൂടിയ ആളുകളല്ല, യുവാക്കൾ തന്നെയാണ്. യുവാക്കൾക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒന്നും ക്യാമ്പക്കോള എന്ന ബ്രാൻഡിനോട് ഇല്ലതാനും. ചുരുക്കി പറഞ്ഞാൽ നൊസ്റ്റാൾജി കൊണ്ട് ക്യാമ്പക്കോള വിജയമാവുമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ്. നൊസ്റ്റാൾജി കൊണ്ട് ഓടാൻ സാധ്യതയൊന്നും തന്നെയില്ല. എന്നാൽ ഉൽപ്പന്നം നന്നായാൽ അംബാനിക്ക് ഇത് വിജയിപ്പിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം അതിനു വേണ്ട നെറ്റ്വർക്കുകൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് വലിയ രീതിയിൽ തന്നെയുണ്ട്. എന്താണെങ്കിലും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ വലിയ രീതിയിൽ ലാഭം കൊയ്യുന്ന ഒരു മേഖലയിലേക്ക് ഒരു ഇന്ത്യൻ കമ്പനി നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ കമ്പനിക്ക് നേരിടാനുള്ളത് വിദേശത്ത് വലിയ രീതിയിൽ വിജയമായ ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ കമ്പനികളിൽ പ്രധാനപ്പെട്ട 2 കമ്പനികളെയുമാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. അംബാനിയുടെ ഒരു ബിസിനസ് തന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ നിന്നും പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. പുതിയ അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എഴുതുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മോത്തിലാൽ ഒസ്വാലിൻ്റെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട രേഖകളെല്ലാം ശ്രദ്ധാപൂർവ്വം വായിച്ച് നോക്കിയ ശേഷം സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിക്ഷേപം നടത്തുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.